സഹൃദയരെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐബിസ് പെയിൻറ്റിൽ അടിപൊളിയായിട്ട് എങ്ങനെ മുടി വരയ്ക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ തുടങ്ങാല്ലേ? അപ്പോൾ എല്ലാവരും ഐബിസ് പെയിൻറ്റ് തുറന്നിട്ട് ഡിപ്പ് ആൻഡ് ഹാർഡ് എന്ന് പറയുന്ന ബ്രഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് ചുമ്മാ ഒരു സ്കെച്ച് എടുക്കാൻ വേണ്ടിയാണ്, ചുമ്മാ ഒരു മുടീൻ്റെ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്കെച്ച് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ജസ്റ്റ് ഒരു മുടീൻ്റെ ഒരു സ്കെച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയൊരു ലെയർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ച സ്കെച്ചിൻ്റെ ലെയർ മേലേക്ക് ആക്കുന്നു. എന്നിട്ട് ഇനി നമ്മൾ പോയിട്ടൊരു ഗ്രേ കളർ, ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ കളർ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ബ്രഷ് സെലക്ട് ചെയ്യാൻ പോവാണ്, കളർ അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രഷ് പെൻ ഫെയ്ഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെൻ ഫെയ്ഡ് സെലക്ട് ചെയ്തു. നമുക്ക് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ പൊക്കത്തൂടെ വരയ്ക്കാം. നിങ്ങൾ ആ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല, പുറത്തേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വരയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ സ്കെച്ച് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. നമുക്ക് ഇനി ആ സ്കെച്ചിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ആ സ്കെച്ച് വരച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ അത് വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും നമ്മളുടെ ഡിപ്പ് ആൻഡ് ഹാർഡ് എന്ന് പറഞ്ഞ ബ്രഷിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഓരോ മുടിയും വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു 1.5 ഓക്കെ സൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഇതേ രീതിയിൽ ഒരു മുടി വരയ്ക്കുകയാണ്. അപ്പോൾ അതിന് ഫോസ്ഫേഡ് എന്ന് പറയുന്നത് നിങ്ങളിത് ഓണാക്കണം. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം സ്മൂത്തും ലീനിയറും ഒക്കെ. ഈ ഫോസ്ഫേഡ് എന്തിനാണ് ഓണാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ രണ്ട് എൻഡും ഇങ്ങനെ കൂർത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുടി വരയ്ക്കുമ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ മുടി ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോലെ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആ ഓരോ മുടിയും ഇങ്ങനെ വരയ്ക്കുക. വേറെ കുറേ ബ്രഷുണ്ട്, മുടി ഹെയർ ബ്രഷൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ മുടി ഇങ്ങനെ വരയ്ക്കാം. മറ്റേ ബ്രഷിനൊക്കെ കുറേ ലിമിറ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളങ്ങനെ ഓരോ മുടിയും വരയ്ക്കുക. ഈ സൈഡ് വരച്ചു കഴിഞ്ഞു, ഇനി അടുത്ത സൈഡും ആ രീതിയിൽ ഓരോ മുടി നമ്മൾ വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മുടി ഓരോന്നും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്മഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുക്കുന്ന ബ്രഷ് പെൻ ഫെയ്ഡ് തന്നെയാണ്. നിങ്ങൾക്ക് എയർ ബ്രഷ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈസും ഒബാസിറ്റി, സൈസ് എപ്പോഴും കൂടുതലായിരിക്കണം, ഒബാസിറ്റി കുറവായിരിക്കണം. എന്നാലേ നമുക്ക് സ്മൂത്തായിട്ട് സ്മഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആ ആദ്യം എടുത്ത സ്കെച്ചിൻ്റെ ആവശ്യമില്ല, നമ്മളത് ഹൈഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ മറ്റേ ലെയറിലേക്ക് പോയിട്ട് വരയ്ക്കാം. ഇനി ഇതെല്ലാം നമ്മൾ സ്മഡ്ജ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തെടുത്താൽ മതി, ഓവർ സ്മഡ്ജിങ് വേണ്ട. ഓവർ സ്മഡ്ജ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മൊത്തം ബ്ലറായിട്ട് എന്തോ പോലെ ഇരിക്കും. നമുക്ക് ആ ഓരോ മുടിയും കാണണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ സ്മഡ്ജ് ചെയ്യുന്ന ഒരു രീതി. ഒരു 30% മതി ഒബാസിറ്റി. സൈസ് 4 ഓക്കെ, ആ സൈസ് നമുക്ക് അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ നമ്മൾ മൊത്തം സ്മഡ്ജ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അതാ മൊത്തം സ്മഡ്ജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ലൈറ്റ് ഷെയ്ഡിങ്ങിലേക്ക് വേണം. നമ്മൾ വെട്ടം മുടിയിലടിക്കുന്ന ആ ഒരു ഇത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന ബ്രഷ് എന്ന് പറയുന്നത് പെൻസിൽ ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ കളറ് വൈറ്റ് എടുക്കുന്നു, നമ്മുടെ മുടി ഷൈനിങ് ആക്കാൻ പോവാണ്. അപ്പോൾ സൈസ് ഞാനൊരു 3 ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്നിട്ട് ഈ രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, അങ്ങനെ ഓരോ മുടി ഇങ്ങനെ വരയ്ക്കുക. നിങ്ങൾ കണ്ടില്ലേ ഒരു തിളക്കം വന്നില്ലേ മുടിക്ക്? അതുപോലെ ലൈറ്റ് അടിക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ ഇതുപോലെ വരയ്ക്കുക. ഇത് വരച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി സെറ്റപ്പ് ആവും. ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഇതും കൂടെ ഉള്ളൂ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വര തീർന്നു, മുടീൻ്റെ വര. അതുപോലെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ലൈറ്റുള്ള ഭാഗങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റ് ഷെയ്ഡിങ്ങും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ മൊബൈലിൽ ഐബിസ് പെയിൻറ്റ് എക്സിൽ മുടി വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.